നിങ്ങൾ യേശുവിൽ ആരാണ് എന്നതാണ് ഈ ആഴ്ച ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ മുഴുവനും അർത്ഥം എന്താണ്? കാരണം അതിനായി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബൈബിളിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ കാണാൻ സാധിക്കും. നമ്മൾ യേശുവിൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തുവിൽ നീതിയാക്കപ്പെട്ടിരിക്കുന്നു, യേശുവിൽ നാം സ്വർഗീയ രാജ്യത്തിൽ എല്ലാ ആത്മീക അനുഗ്രഹങ്ങളും പ്രാപിച്ചിരിക്കുന്നു. യേശുവിൽ യേശുവിൽ യേശുവിൽ. ഇത് മതപരമായ ഒരു ചൊല്ലാണ്, എന്നാൽ നമ്മൾ അതിന് വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കുന്നില്ല. നാം ചിലപ്പോൾ അതിലേക്ക് ഇറങ്ങിച്ചെല്ലാറില്ല. അതിനാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ശരിക്കും സന്തോഷിക്കണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്ന് അറിയണം. നിങ്ങൾ നിങ്ങളായിരിക്കണം. മറ്റുള്ളവർ നിങ്ങളെ നിയന്ത്രിക്കാനും ഭരിക്കാനും അനുവദിക്കരുത്. മനുഷ്യനെ ഭയന്ന് ജീവിക്കരുത്. ജനങ്ങളെ സന്തോഷിപ്പിക്കുന്നവരാകരുത്. എന്നിട്ട് യേശുവിൽ നിങ്ങൾ ആരാണ് എന്നത് അറിയണം. പല ക്രിസ്ത്യാനികളും ക്രിസ്തുവിൽ അവർക്കുള്ള അവകാശം എന്താണെന്നും എന്താണ് അവർക്കുള്ളതെന്നും യഥാർത്ഥത്തിൽ അറിയാത്തവരാണ്. വിശ്വാസത്താൽ അവർക്കുള്ളത് എന്താണ് എന്നും അറിയുന്നില്ല. സത്യത്തിൽ നമ്മൾ ഈ ഭൂമിയിലെ ഏറ്റവും സന്തോഷമുള്ളവരായിരിക്കണം. നിങ്ങളിൽ എത്ര പേർക്കതറിയാം? നിങ്ങൾ യേശുവിൽ ആരാണ് എന്നറിയുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്ത് ദിവസവും ഒരു പുഞ്ചിരി ഉണ്ടായിരിക്കണം. നിങ്ങൾ നല്ല ഫലം കായ്ക്കുന്നവരായിരിക്കണം, അല്ലാതെ പിറുപിറുത്തും പരാതി പറഞ്ഞും ജീവിക്കുന്നവരായിരുന്നു. നമ്മൾ ധൈര്യസമേതം ധീരതയോടെ കാലെടുത്തു വെച്ച് പുതിയ കാര്യങ്ങൾക്കായി പുറപ്പെടണം. മറ്റാരും ശ്രമിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. തോറ്റുപോകുമോ എന്ന് ഭയപ്പെടാൻ പാടില്ല. നിങ്ങൾ മനോഹരമായ ജീവിതം ധീരതയോടെ ധൈര്യസമേതം ജീവിക്കണം. നിങ്ങൾ പ്രാർത്ഥനയിൽ തീർച്ചയായും ധീരന്മാരായിരിക്കണം. ദൈവത്തിങ്കൽ ധീരതയോടെ ചെല്ലുക. നിങ്ങൾക്ക് മണ്ടത്തരമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് ദൈവത്തോട് അപേക്ഷിക്കൂ. കാരണം നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതിലും സങ്കല്പിക്കാനാവാത്തതിലും ഉപരിയായി ദൈവം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. എന്നാൽ സാത്താൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലൊന്ന് നിങ്ങൾക്ക് കുറച്ചിൽ തോന്നിപ്പിക്കുകയാണ്, ക്ഷയിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യാൻ തുനിയില്ലല്ലോ. നമുക്കിത് ബൈബിളിൽ പലയിടങ്ങളിലും കാണാൻ കഴിയും. നമുക്കിപ്പോൾ ഇരമ്യാവ് 29:6 നോക്കാം. ഈ വചനങ്ങളെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരും. ബൈബിളിൽ ഇവയെല്ലാം കാണുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇതുപോലുള്ളൊരു മീറ്റിങ്ങിൽ ചിലപ്പോൾ ഞാനിത് പറയുന്നതായിരിക്കും മറ്റുള്ളവരെ കൊണ്ട് കാത്തിരിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് എന്നെനിക്ക് തോന്നുന്നു. നമുക്കിത് വായിച്ചു നോക്കാം. ഭാര്യമാരെ പരിഗ്രഹിച്ച് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിപ്പിൻ. നിങ്ങളവിടെ കുറഞ്ഞു പോകാതിരിക്കേണ്ടതിന് പുത്രന്മാർക്ക് ഭാര്യമാരെ എടുക്കുകയും പുത്രിമാർക്ക് പുരുഷന്മാരെ കൊടുക്കുകയും ചെയ്യുവിൻ. അവരും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കട്ടെ. കണ്ടോ, ദൈവം നാം വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ വർദ്ധിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. ഇനി അവസാനത്തെ വാക്യം നോക്കാം, വരച്ചോളൂ. നിങ്ങൾ കുറവുള്ളവർ ആകാൻ പാടില്ല. നിങ്ങൾ കുറവുള്ളവർ ആവരുത്. നിങ്ങളുടെ സാമ്പത്തികം കുറയരുതെന്ന് അവൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മാനസിക നില കുറയുന്നത് അവന് ഇഷ്ടമല്ല. നിങ്ങളുടെ സൃഷ്ടിപരമായ കഴിവ് കുറയുന്നത് അവന് ഇഷ്ടമല്ല. ഏതിലും നിങ്ങൾ കുറയുന്നത് അവൻ ഇഷ്ടപ്പെടുന്നില്ല. രൂപത്തിലും ഭാവത്തിലും നിങ്ങൾക്ക് പ്രായം കൂടുമ്പോൾ എല്ലാം കുറഞ്ഞുപോയി എന്ന ചിന്ത ഉണ്ടാവരുത്. നിങ്ങളെ ഉദാസീനരാക്കാൻ സാത്താൻ പ്രയോഗിക്കുന്ന നുണ വിശ്വസിക്കരുത്. നമുക്ക് പ്രായമാവുമ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ചില കാര്യങ്ങൾക്ക് മാറ്റം സംഭവിക്കും. പക്ഷേ നമുക്ക് 65 വയസ്സാകുമ്പോൾ ജീവിതം അവസാനിച്ചു, ഇനി നിങ്ങളെ കൊണ്ടൊന്നും പ്രയോജനമില്ല എന്നൊരു ചിന്ത ഒരിക്കലും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. മോശയ്ക്ക് 80 വയസ്സാവുന്നത് വരെ ഒന്നും ആരംഭിച്ചില്ല. ആമേൻ. ഞാൻ ഈ അടുത്തൊരു സ്ത്രീയോട് സംസാരിച്ചു. അവർക്ക് അത് സംഭവിച്ചപ്പോൾ എത്ര പ്രായമുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. 70 വയസ്സെങ്കിലും ഉണ്ടായിരിക്കണം എന്നെനിക്ക് തോന്നുന്നു. 80-നോടടുത്തുണ്ടാവുമെന്ന് തോന്നുന്നു. അവർ എവിടെയോ ഒരു മീറ്റിങ്ങിലായിരുന്നു. ആ പ്രായത്തിൽ ദൈവം അവരോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു, ആഫ്രിക്കയിൽ എനിക്കൊരു അനാഥ മന്ദിരം ഉണ്ടാക്കുക. അവർ അതുപോലെ പ്രവർത്തിക്കുകയുണ്ടായി. ആ പ്രായത്തിൽ പലരുടെയും ബുദ്ധി തളർന്നിരിക്കും. എന്നിട്ട് കരുതും, എന്നെക്കൊണ്ട് അതൊന്നും ചെയ്യാനാവില്ല എന്ന്. നമ്മുടെ ഉത്സാഹം വർദ്ധിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ സാത്താൻ ഒന്നും കുറയ്ക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറയാൻ തുടങ്ങുന്നെന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ ശക്തിയും കഴിവും സാമർഥ്യവും ധൈര്യവും എന്തും, അപ്പോൾ നിങ്ങൾ അവയെ കുടഞ്ഞു കളഞ്ഞിട്ട് ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കണം. നിങ്ങൾ ദൈവത്തിൻ്റെ പൈതലാണ് എന്നും സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാണെന്നും യേശുക്രിസ്തുവിനോടൊത്ത് നിങ്ങൾ തുല്യ പങ്കാളികളാണെന്നും അവൻ്റെ രക്തത്താൽ വാങ്ങപ്പെട്ട എല്ലാറ്റിനും അവകാശികളാണെന്നും നിങ്ങൾ അതിനായി പ്രയത്നിക്കുകയേ വേണ്ട. അത് ദൈവകൃപയാൽ നിങ്ങൾക്ക് സൗജന്യ ദാനമായി ലഭിച്ചിരിക്കുന്നു. നിങ്ങൾ എന്തല്ല എന്ന് സാത്താൻ നിങ്ങളോട് പറയുമ്പോഴെല്ലാം നിങ്ങൾ ഇങ്ങനെ പറയണം എന്ന് ഞാൻ ഇന്ന് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ കുഞ്ഞാണ്.
ഞാൻ ക്രിസ്തുവിലാണ്, അവിടെ നിനക്ക് ഒരു സ്ഥാനവുമില്ല. ഞാൻ കുറഞ്ഞിട്ടുണ്ടെന്ന് ബോധിപ്പിക്കാൻ നിനക്ക് സാധിക്കില്ല. 1 ശമൂവേൽ 17:26. ദാവീദ് ചെറുപ്പക്കാരനായിരുന്നു. അവന് ദൈവവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. അവനെ രാജാവാക്കാനായിരുന്നു ദൈവം ആഗ്രഹിച്ചത്. ഈ മുറിയിൽ തടിച്ചുകൂടിയിരിക്കുന്ന നിങ്ങൾക്കും നിങ്ങളുടെ തലമുറയിലെ കുട്ടികൾക്കും വേണ്ടി വിവിധ തരത്തിലുള്ള എന്തെല്ലാം പദ്ധതികൾ ദൈവം ഒരുക്കിയിട്ടുണ്ടെന്ന് ദൈവത്തിനെ അറിയൂ. ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു പ്ലാൻ കരുതിയിട്ടുണ്ട്. നമ്മുടെ സ്വന്തം സാമ്രാജ്യത്തിൽ നാം എല്ലാം വൻ കാര്യം ചെയ്യണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. അത് പലർക്കും പല വിധത്തിലായിരിക്കും. പക്ഷേ നിങ്ങൾ മാതാപിതാക്കളാണെങ്കിൽ മികച്ച മാതാപിതാക്കളാവൂ. നിങ്ങൾ ഫാക്ടറിയിലെ മിഷൻ പ്രവർത്തിപ്പിക്കുന്നവരാണെങ്കിൽ ഫാക്ടറിയിലെ ഏറ്റവും നല്ല മിഷൻ പ്രവർത്തകരാകൂ. നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളാൽ ആവുന്നതിലും ഉപരി അത് ചെയ്യുക. അത് ദൈവമഹത്വത്തിനായി ചെയ്യുക. ദാവീദ് രാജാവാകാൻ പോകുന്ന ഒരാട്ടിടയനായിരുന്നു. ദാവീദിൻ്റെ മനസ്സിൽ മികച്ചവനാണെന്ന തോന്നൽ ഉണ്ടായി കാണും. അതിനെക്കുറിച്ച് നിങ്ങൾ ചുറ്റും നോക്കിയാൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഉത്തമരാണ് എന്ന തോന്നൽ ഉണ്ടാവും. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് ചിന്തിക്കുന്നത് നിർത്തി ദൈവം നിങ്ങളെക്കുറിച്ച് പറഞ്ഞത് കാണുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള മഹനീയത എന്താണ് എന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രാജാവാകാൻ അഭിഷേകം ചെയ്യപ്പെടുന്നതിന് മുൻപായി ദാവീദിന് തൻ്റെ മഹിമയെക്കുറിച്ച് അറിയാമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നറിയാമായിരുന്നു. അയാൾ തൻ്റെ മഹിമ മനസ്സിലാക്കി. ഒരു വലിയ യുദ്ധം നടന്നുകൊണ്ടിരുന്നു. ഒരു വലിയ മല്ലൻ ഗോലിയാത്ത് ഇസ്രയേൽ സൈന്യത്തിനെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നു. ഒട്ടും ധൈര്യമില്ലാതെ ഭയന്ന് വിറച്ച് ഇസ്രയേൽ സൈന്യം പുറകോട്ട് നീങ്ങി. പക്ഷെ അവർ ഭീരുക്കളായിരിക്കുന്നത് ദാവീദിന് ഇഷ്ടമായില്ല. അങ്ങനെ അവൻ പോർക്കളത്തിൽ ചെന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ ആഗ്രഹിച്ചു. എന്നിട്ട് അവനൊരു ചോദ്യം ചോദിച്ചു. ഗോലിയാത്തിനെ കൊല്ലുന്ന ഒരാൾക്ക് എന്തായിരിക്കും നൽകുക? നമുക്ക് 1 ശമൂവേൽ നോക്കാം, 17:26. അപ്പോൾ ദാവീദ് തൻ്റെ അടുക്കൽ നിൽക്കുന്നവരോട്, ഈ ഫെലിസ്തീനെ കൊന്ന് ഇസ്രായേലിൽ നിന്ന് നിന്ദയെ നീക്കിക്കളയുന്നവന് എന്തു കൊടുക്കും? ഇനി പിൻവാങ്ങൽ ലജ്ജാവഹമാണ്, കുറ്റപ്പെടുത്തലുമാണ്. അതാണ് ദാവീദ് പറയുന്നത്. ഈ മല്ലനിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറുന്നത് ദൈവത്തിൻ്റെ ജനമായ നമുക്ക് ലജ്ജാവഹമാണ്. നിങ്ങളുടെ വിധിയെ പൂർത്തിയാക്കണമെങ്കിൽ ഒരു മല്ലനെ കൊല്ലണം. മല്ലന്മാർ നമ്മെ തോൽപ്പിക്കാൻ സമ്മതിക്കരുത്. നമ്മൾ അവരെ നേരിടണം, അവരെ എതിർക്കണം. ആ വചനം വീണ്ടും സ്ക്രീനിൽ കാണിക്കണം പ്ലീസ്. ജീവനുള്ള ദൈവത്തിൻ്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ആർ എന്ന് പറഞ്ഞു. ദാവീദ് സംസാരിക്കുന്ന വിധത്തിൽ നിന്ന് നമുക്ക് പറയാനാവും അവൻ വളരെ ഉന്മേഷത്തിലായിരുന്നു എന്ന്. ശരി, അടുത്ത വാക്യം. അവരോട് അവൻ സംസാരിക്കുന്നത് അവൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഏലിയാബ് കേട്ട് അയാൾ ദാവീദിനോട് കോപിച്ചു. ഇവിടെ നമുക്ക് ഏലിയാബിന് ദാവീദിനോടുള്ള അസൂയ കാണാൻ സാധിക്കും. നീ ഇവിടെ എന്തിനു വന്നു എന്ന് ചോദിച്ചു. ഇനി ഇത് നോക്കൂ. മരുഭൂമിയിൽ ആ കുറേ ആടുകളുള്ളതിനെ നീ ആരുടെ പക്കൽ വിട്ടേച്ചു പോന്നു? ദാവീദിനെ ജ്യേഷ്ഠൻ കൊച്ചാക്കുകയായിരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവൻ ഒന്നിനും പ്രാപ്തനല്ല എന്ന് അവനെ താഴ്ത്തി അവൻ ചെയ്യുന്നതെല്ലാം ഉപയോഗശൂന്യമായ കാര്യങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്തുകയായിരുന്നു. അങ്ങനെയുള്ള ഒരുവന് ഒരു മല്ലനെ എതിർക്കാൻ എങ്ങനെയാണ് സാധിക്കുക? പക്ഷെ ദൈവത്തോടൊത്തുള്ള ബന്ധത്തിൽ താൻ ആരാണ് എന്നത് ദാവീദിനറിയാം. അന്ന് യേശു വന്നിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ അവന് ദൈവവുമായി നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. നമുക്കിനി ഇത് തുടർന്ന് വായിക്കാം. ഏലിയാബ് ദാവീദിനോട് കോപിച്ചു. സാത്താൻ സഹോദരന്മാരെ കുറ്റപ്പെടുത്താൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. നിന്റെ ഹൃദയത്തിലെ അഹങ്കാരവും നിഗളഭാവവും എന്താണെന്ന് എനിക്കറിയാം. പട കാണുവാനല്ലേ നീ വന്നത് എന്ന് പറഞ്ഞു. അതിന് ദാവീദ്, ഇതെനിക്കിഷ്ടമായി, ഞാൻ ഇപ്പോൾ എന്ത് ചെയ്തു? അതായത് അവന് തൻ്റെ സഹോദരന്മാരുടെ മനോഭാവം നന്നായിട്ട് അറിയാമായിരുന്നു. ഞാനൊന്ന് പറയട്ടെ, ദൈവത്തിനായി എന്തെങ്കിലും ചെയ്യണമെന്ന് വാസ്തവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളെ നിരുത്സാഹിപ്പിക്കാനും വിലമതിപ്പുള്ളതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല എന്നും വിശ്വസിപ്പിക്കാനായി സാത്താൻ സമയാസമയങ്ങളിൽ പലരെയും നിങ്ങൾക്കെതിരായി ഉപയോഗിക്കുന്നതായിരിക്കും. അവൻ തന്നാലാവുന്നതെല്ലാം ഉപയോഗിച്ച് നിങ്ങളെ തളർത്തുകയും ചെയ്യും. നിങ്ങളെ അതിനനുവദിക്കില്ല. ഇനി നമ്മൾ ഇത് തുടർന്ന് വായിക്കുകയാണെങ്കിൽ ഏലിയാബ് ദാവീദിനെ തുടർച്ചയായി നിരുത്സാഹപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. വേദപുസ്തകത്തിൽ ദാവീദ് ചെയ്തത് എന്താണ് എന്നത് എനിക്കിഷ്ടമായി. ഇന്ന് നമുക്കും അതിൽ നിന്ന് പഠിക്കാനാവുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ പറയുന്നു, ദാവീദ് ഏലിയാബിനെ വിട്ടു മാറി അവൻ ചെയ്യാൻ ആഗ്രഹിച്ച പ്രകാരം പ്രവർത്തിക്കാൻ തുടങ്ങി. അതാണ് നാമും ചെയ്യാൻ പഠിക്കേണ്ടത്.
നമുക്കൊരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കണം. നമുക്കൊരു സ്വപ്നവും ഒരു ലക്ഷ്യവും പദ്ധതിയും ദർശനവും ഉണ്ടെന്ന് വിശ്വസിക്കണം. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾക്ക് വീട് വൃത്തിയാക്കണമെന്നൊരു തോന്നലുണ്ടാവുമായിരിക്കാം. അപ്പോൾ സാത്താൻ നിങ്ങളുടെ കൂടി നിങ്ങളെ കൊച്ചാക്കാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. നീ ഈ ചവറുകൾ കണ്ടോ, ഇന്ന് നിന്നെക്കൊണ്ട് ഇത് വൃത്തിയാക്കാൻ സാധിക്കുകയില്ല എന്നൊക്കെ സാത്താൻ പറയും. സാത്താൻ പറയുന്നത് കേൾക്കാനായി ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. അവനെ വിട്ടുമാറി പറയൂ, സാത്താനെ, നീ ഒരിടത്ത് ഒളിച്ചിരുന്ന് എന്നെ ശക്തീകരിക്കുന്ന യേശുവിലൂടെ ഞാനിത് വൃത്തിയാക്കുന്നത് കണ്ടോ. സാത്താനിൽ നിന്ന് വിട്ടുമാറുക. യേശു എപ്പോഴും ഇത് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. യേശു ജനങ്ങളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചപ്പോൾ ജനങ്ങൾ യേശുവിനെക്കുറിച്ച് മോശമായി സംസാരിക്കും. യേശു ഒരിക്കൽ എങ്ങോട്ടോ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ മരിച്ചുപോയ ഒരു പെൺകുട്ടിയെ ജീവിപ്പിച്ചു. അവൻ മറ്റൊരു സ്ത്രീയെ സൗഖ്യമാക്കാൻ ചെന്നു. അവൾ കുറെ കാലമായി രോഗബാധിതയായിരുന്നു. അവൻ എത്തുമ്പോഴേക്കും അവൾ മരിച്ചു. ജനങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നീ ഇനി അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, എല്ലാം കഴിഞ്ഞു, വൈകിപ്പോയി, അവൾ മരിച്ചു. വേദപുസ്തകം പറയുന്നു, യേശു അവർ പറയുന്നത് കേട്ടെങ്കിലും അവരെ കാര്യമാക്കിയില്ല എന്ന്. നിങ്ങൾ സാത്താൻ പറയുന്നത് കേൾക്കും, പക്ഷെ അവനെ നിങ്ങൾ കേൾക്കാൻ തുനിയരുത്. വേദപുസ്തകത്തിൽ സാത്താൻ നുണയനാണ് എന്ന് പറഞ്ഞിരിക്കെ അവൻ നമ്മോട് പറയുന്ന നുണകൾ വിശ്വസിക്കുന്നത് എത്ര മണ്ടത്തരമാണെന്ന് നിങ്ങൾക്കറിയാമോ? എനിക്ക് വല്ലാത്ത നിരുത്സാഹം. കാരണം സാത്താൻ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇതിനൊരർത്ഥവുമില്ല. ഇനി ന്യായാധിപന്മാർ 6-ാം അധ്യായം വായിക്കും. ഈ കൊച്ചാക്കുന്ന പ്രവൃത്തി പുതിയതല്ലെന്ന് നിങ്ങളെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ നമ്മേക്കാൾ വിദ്യാഭ്യാസമുള്ളവരുടെ മധ്യേ ഇരിക്കുമ്പോൾ നമ്മൾ കൊച്ചാവുന്നു എന്നൊരു തോന്നൽ ഉണ്ടായേക്കാം. അത്തരം വ്യക്തികളുടെ മധ്യേ ഇരിക്കുന്ന സമയത്ത് അവർ നമ്മേക്കാൾ കുറേ സമർത്ഥന്മാരാണെന്ന് നമുക്ക് തോന്നും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ചെറുതായി എന്നൊരു തോന്നലുണ്ടാവും. ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ ക്രിസ്തുവിൽ ആരാണെന്ന് അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരുടെ മധ്യേയും കൊച്ചാണ് എന്ന തോന്നൽ ഉണ്ടാവുകയില്ല. കാരണം നിങ്ങളുടെ വില നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതല്ല, ക്രിസ്തുവിൽ ആരാകുന്നു എന്നതാണ്. ആമേൻ, ഹല്ലേലൂയ. ന്യായാധിപന്മാർ 6:12. യഹോവയുടെ ദൂതൻ ഗിദെയോന് പ്രത്യക്ഷനായി. അവനോട് പറഞ്ഞു, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. ഗിദെയോൻ ഉത്തരം പറഞ്ഞു, യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ. അവൻ ഭയന്ന് വിറച്ച ശബ്ദത്തിലായിരിക്കും ദൈവദൂതനോട് പറഞ്ഞിട്ടുണ്ടാവുക. യജമാനനെ, യഹോവ നമ്മോടത്തുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നത് എന്ത്? ദൈവമേ, നീ ഇവിടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? നീ എന്താണൊന്നും പ്രവർത്തിക്കാത്തത്? ഞങ്ങളുടെ പിതാക്കന്മാർ നിന്നെക്കുറിച്ച് പറഞ്ഞ ആ അത്ഭുത പ്രവൃത്തികൾ എവിടെ? മിസ്രയീമിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്നത് യഹോവയല്ലേ? എന്നാൽ ഇന്ന് യഹോവ ഞങ്ങളെ മറന്നത് എന്താണ്? ഞങ്ങളെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചത് എന്താണ്? ദൈവം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഗിദെയോനെ, നീ ബലത്തോടെ പോകാം. ഗിദെയോൻ പറഞ്ഞു, നിനക്ക് തെറ്റി യഹോവേ. ഞങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യഹോവ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. അവൻ ഒന്നും ചെയ്യുന്നില്ല. ദൈവം അവനെ കാര്യമാക്കിയില്ല. 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവ അവനെ നോക്കി പറഞ്ഞു, നീ ബലത്തോടെ പോക. നീ ഇസ്രയേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. ഇനി എന്ത് ചെയ്യും? ഗിദെയോൻ പറഞ്ഞു, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രയേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശെയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ഏറ്റവും ചെറിയവനുമല്ലയോ. കണ്ടോ, ഗിദെയോന് കുറവായി തോന്നുന്നു. നിനക്ക് പറ്റിയത് ഞാനല്ല, നിനക്ക് തെറ്റിപ്പോയി. ഞാൻ പഠിക്കാൻ കഴിവില്ലാത്ത ഒരു കുട്ടിയാണ്. യേശുവേ, നീ സംസാരിക്കുന്നത് തെറ്റായ വ്യക്തിയോടാണ്. എന്നാൽ ഇംഗ്ലീഷിൽ കഷ്ടി ജയിച്ചേ ഉള്ളൂ. ഇത് പരമാർത്ഥമാണ്. ഇംഗ്ലീഷിൽ എനിക്ക് D ഗ്രേഡ് ആയിരുന്നു. സംസാരത്തിൽ എനിക്ക് A+ കിട്ടുമായിരുന്നു. പക്ഷേ അന്ന് അങ്ങനെ ഒരു ക്ലാസ് ഇല്ലായിരുന്നു. എനിക്ക് ഇംഗ്ലീഷിൽ D ഗ്രേഡാണ് കിട്ടിയത്. മാർട്ടിൻ, നിങ്ങൾ മ്യൂസിക്കിൽ തോറ്റു എന്നല്ലേ പറഞ്ഞത്? അതെ, ഇന്ന് നമ്മെ ആരാധനയിൽ നയിച്ച മാർട്ടിൻ സ്മിത്ത് സ്കൂളിൽ മ്യൂസിക്കിൽ തോറ്റു. ഇന്ന് നിങ്ങൾക്ക് ഭയമില്ലാത്ത ചില നേതാക്കന്മാരുണ്ട്. ഇന്ന് പാടിയ വ്യക്തി സംഗീതത്തിൽ തോറ്റു. ഞാൻ സംസാരിക്കുന്നു, പക്ഷേ ഇംഗ്ലീഷിൽ തോറ്റു. ദൈവം നല്ല തമാശക്കാരനാണെന്ന് തോന്നുന്നു. ഇത് അത്ഭുതം തന്നെയാണല്ലേ? അതെ, ആശ്ചര്യം. ദൈവം ചവറുകൾ റീസൈക്കിൾ ചെയ്യും. ലോകം വലിച്ചെറിഞ്ഞത് അവൻ എടുക്കും. എന്നിട്ട് പറയും, അല്ലയോ ബലവാനായ യോദ്ധാവേ, ഞാൻ നിന്നെ അഭിഷേകിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു, നിന്നിൽ എൻ്റെ ആത്മാവിനെ നിറച്ചിരിക്കുന്നു, നിനക്ക് ഞാൻ ജ്ഞാനം നൽകി. ചെല്ല്, മഹത്തായതെന്തെങ്കിലും ചെയ്യ്. അപ്പോൾ സാത്താൻ അടുത്ത് വന്ന് പറയും, ഹാ, നീയോ? ഈ മിനിസ്ട്രിയിലേക്ക് ദൈവം എന്നെ വിളിച്ചപ്പോൾ ഞാൻ എന്തുമാത്രം
കുഴപ്പത്തിലായിരുന്നു എന്നറിയാമോ? എന്നാൽ നമ്മൾ ഒരു കാൽ മറ്റൊരു കാലിന് മുന്നിൽ, ഒരു കാലടി മറ്റൊരു കാലടിക്ക് മുന്നിൽ വെച്ച് ഞങ്ങൾ പിന്മാറില്ലെന്ന് പറയുകയാണെങ്കിൽ, സാത്താനോട് ഞാൻ പിന്മാറാൻ പോകുന്നില്ല, ഓരോ കാലടി മുന്നോട്ടെടുത്ത് ഞാൻ പോകും എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഞാൻ സംഗീതത്തിൽ തോറ്റാൽ സാരമില്ല, ഞാൻ വേർഷിപ്പ് ലീഡർ അവൻ വിളിക്കപ്പെട്ടതാണ്, ഞാൻ ഇംഗ്ലീഷിൽ തോറ്റാലും സാരമില്ല, ഞാൻ എല്ലാം ശരിയായിട്ടായിരിക്കില്ല പറയുന്നത്, എന്നാലും പറയാനാവും, കാരണം സംസാരത്തിനുള്ള കഴിവ് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ആരും നിങ്ങളെ കൊച്ചാക്കാൻ അനുവദിക്കരുത്. ഞാൻ പറയുന്നത് കേട്ടോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നിങ്ങളെ കൊച്ചാക്കാൻ ഒരു കുട്ടി പിശാച് വരുന്നതായിട്ട് ഇങ്ങനെ. ഞാൻ ആദ്യമായി പ്രസംഗിക്കാൻ പോയത് ഓർക്കുന്നു. ആദ്യമായി എനിക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടിയ മീറ്റിംഗ് ഓർക്കുന്നു. ഞാൻ അതിനായി ഏറിയ കാലം കാത്തിരിക്കുകയായിരുന്നു. അതിനാൽ ഞാൻ ആവേശത്തിലായിരുന്നു. അതിനുശേഷം കൊളറോഡോയിൽ എനിക്ക് പോകാനുണ്ടായിരുന്നു. എനിക്ക് ഒരേ സമയം 2 സ്ഥലത്ത് പ്രസംഗിക്കാൻ ക്ഷണമുണ്ടായിരുന്നു. ഞാൻ കരുതി, ഓ, ഇത് 28 വർഷം മുൻപ് നടന്ന ഒരു സംഭവമാണ്. 28 ആയിരിക്കും. അന്ന് വളരെ പ്രശസ്തനായിരുന്ന ഒരു പ്രാസംഗികൻ്റെ കൂടെയാണ് ഞാനും പ്രസംഗിക്കേണ്ടിയിരുന്നത്. അയാളെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അയാൾ നല്ലൊരു പ്രാസംഗികനാണ്. അയാളും പ്രസംഗിക്കണം, ഞാനും പ്രസംഗിക്കണം. ഞാൻ കരുതി ഇത് കൊള്ളാം, കാരണം അയാളെ കേൾക്കാൻ വലിയ ജനക്കൂട്ടമൊക്കെ ഉണ്ടാകും, അപ്പോൾ കൊള്ളാമല്ലോ. അതേ കൂട്ടം എന്നെയും കേൾക്കും. അങ്ങനെ അവിടെ നിന്ന് എനിക്ക് ഫ്ലോറിഡയിൽ ഒരു ലേഡീസ് കോൺഫറൻസിൽ പ്രസംഗിക്കാനായിട്ട് മറ്റൊരു ക്ഷണമുണ്ടായിരുന്നു. അതും അവസാന നിമിഷം ആരോ വരാനായില്ലെന്ന് പറഞ്ഞപ്പോൾ ആരെയോ അറിയാം, അവർക്ക് എന്നെ അറിയാം, മറ്റാരെയോ അറിയാം, ആരെങ്കിലും പ്രസംഗിക്കാൻ വേണമെന്ന സ്ഥിതിയിലാണ് എന്നെ വിളിച്ചത്. കാരണം ആർക്കും എന്നെ അറിയില്ല. ഞാനവിടെ ഒരു വേർഷിപ്പ് സംഘടിപ്പിക്കണമായിരുന്നു. പ്രധാന മീറ്റിങ്ങിൻ്റെ ഭാഗമായിരുന്നില്ല ഞാൻ. ഇതിന് ഞാൻ വളരെയധികം ചിന്തിക്കേണ്ടിയിരുന്നു. ഞാൻ മുഴുവനും ദർശനത്തിലായിരുന്നു. ജനങ്ങൾ എന്നോട് പറഞ്ഞു എനിക്ക് ഭ്രാന്താണെന്ന്. എനിക്ക് സുഹൃത്തുക്കളെ നഷ്ടമായി, കാരണം സ്ത്രീകൾ ആരും ഒന്ന് പ്രസംഗിക്കാറില്ലായിരുന്നു. എന്നോട് സഭയിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സാത്താനുമായി പൊരുതി അവനുമായി യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് പ്രസംഗിക്കാനുള്ള ഈ 2 ക്ഷണം കിട്ടിയത്. ഞാൻ വീട്ടിൽ അതുവരെ ബൈബിൾ ക്ലാസ് നടത്തി വിശ്വസ്തയായിരിക്കാൻ പരിശ്രമിക്കുകയായിരുന്നു. എൻ്റെ ചെറിയ തുടക്കത്തെ വെറുക്കാതിരിക്കാൻ ഞാൻ ശ്രമിച്ചു. ആ പ്രാസംഗികനോടൊത്ത് പ്രസംഗിക്കാനുള്ള ആവേശത്തോടെ കൊളറോഡോയിലേക്ക് പോയി. അവസാന നിമിഷം എന്തോ സംഭവിച്ചു. അയാൾ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു. അയാൾ വരുന്നില്ലെന്ന് ജനങ്ങൾ കേട്ടു. എന്നിട്ട് എന്തുണ്ടായി? അവരാരും എന്നെ കേൾക്കാൻ വന്നില്ല. കുറച്ചു പേർ മാത്രമേ എന്നെ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് വളരെ നിരുത്സാഹത്തോടെയാണ് ഞാൻ തിരിച്ചു വന്നത്. സാത്താൻ എൻ്റെ 2 കാതുകളിലും നിലവിളിക്കാൻ തുടങ്ങി എന്ന് ആലോചിച്ച് നോക്കൂ. നീ ആരാണെന്നാണ് കരുതിയത്? നീ ഒരു തോൽവിയാണ്. ഫ്ലോറിഡയിൽ നീ ഇതുപോലെ നാണം കെടും. ആരും നിൻ്റെ വേർഷിപ്പിന് വരില്ല. നീ വീണ്ടും ഒരു വിഡ്ഢിയെ പോലെയാവും. എന്നെപ്പോലെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പറയൂ. ശരി. അങ്ങനെ അവരെന്നെ വിളിച്ചു. എല്ലാ പ്രാസംഗികരും മുൻനിരയിലിരിക്കുന്നുണ്ടായിരുന്നു. വളരെ പ്രശസ്തരായവരുടെ കൂടെ ഇരിക്കാൻ എനിക്ക് ആദ്യമായി കിട്ടിയ അവസരമായിരുന്നു അത്. അങ്ങനെ എല്ലാവരും എത്തി. ഡോക്ടർ ഇന്നാരും, ബിഷപ്പ് ഇന്നാരും, റവറൻഡ് ഇന്നാരും, ബിഷപ്പ് ഇന്നാരും, ഡോക്ടർ ഇന്നാരും, റവറൻഡ് ഇന്നാരും, കൂടെ ഫെൻറ്റനിലെ ജോയ്സ്. ഞാൻ കരുതി എൻ്റെ തലയിൽ പ്രകാശിക്കുന്ന വലിയൊരു സൈൻ ഉണ്ടെന്ന് എനിക്ക് തോന്നി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എവിടുന്നോ ഒരു ജോയ്സ്, എവിടെ നിന്നോ ഒരു ജോയ്സ്. എനിക്കൊരു ടൈറ്റിലുമില്ല, എനിക്ക് വലിയ പേരുമുണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് എഴുന്നേൽക്കാൻ സമയമായി. പ്രാസംഗികർ അടുത്ത ദിവസം സംഘടിപ്പിക്കാനുള്ള അവരുടെ വേർഷിപ്പിനെ പറ്റി പറയുകയുണ്ടായി. ജനങ്ങളെ വരാൻ പ്രോത്സാഹിപ്പിക്കാനാണത്. എനിക്ക് പേടിയായി. ഞാൻ ഭയന്നു. ഞാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ ഡോക്ടേഴ്സിനെയും ബിഷപ്പ്മാരെയും റവറന്മാരെയും അങ്ങനെ പലരെയും നോക്കി. അന്ന് രാത്രി അവിടെ വന്ന 900 ജനങ്ങളെയും ഞാൻ നോക്കി. അത് 9 കോടിയോട് തുല്യമായിരുന്നു എനിക്ക്. എനിക്ക് വല്ലാത്ത പേടി തോന്നി. എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് തോന്നി. എനിക്ക് ചൊറിച്ചിലുണ്ടായി. എൻ്റെ ഹൃദയം തുടിച്ചു. എനിക്ക് ദാഹിച്ചു. എനിക്ക് പേടി തോന്നി. നിങ്ങൾക്കിത് വിശ്വസിക്കാനാവുമോ? എൻ്റെ വേർഷിപ്പ് എന്താണെന്നതിനെക്കുറിച്ച് പറയാൻ ഞാൻ വായ തുറന്നു. എൻ്റെ വായിൽ നിന്നൊരു കരച്ചിലേ വന്നുള്ളൂ. എൻ്റെ വായ ഉണങ്ങി. എനിക്കപ്പോൾ എങ്ങോട്ടെങ്കിലും ഓടണമെന്ന് തോന്നി. ആ സമയത്ത് എനിക്ക് എന്തോ വല്ലാതെ കുറഞ്ഞു പോയതായി തോന്നി. കാർപ്പറ്റിനടിയിലേക്ക് ഇഴഞ്ഞു കയറിയാലോ എന്നെനിക്ക് തോന്നാൻ തുടങ്ങി. എന്നിട്ട് ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരരുതെന്നും ആ തോന്നൽ ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ ഒന്നുമല്ലെന്നും എനിക്കൊന്നിനും കഴിവില്ലെന്നും എളിയവളാണെന്നുമുള്ള ആക്രമണത്തിൻ്റെ നടുവിൽ ഞാനൊരു തീരുമാനമെടുത്തു. ഒന്നുകിൽ ദൈവം ഇത് ചെയ്യാൻ എന്നെ വിളിച്ചു. അവനാണ് എന്നെ അവിടെ എത്തിച്ചത്. അവൻ ഇത് പ്രവർത്തിക്കാൻ ഇടയാക്കും. ഇല്ലെങ്കിൽ ഞാൻ സ്റ്റേജിൽ കയറി എല്ലാവരുടെയും മുന്നിൽ ശരിക്കും ഒരു വിഡ്ഢിയാവും. എന്നിട്ട് ഏതെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാൻ നോക്കും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അത് ദൈവമാണോ അല്ലയോ എന്നറിയും.
ഏതായാലും അടുത്ത പ്രാവശ്യം ഞാൻ വായ തുറന്നപ്പോൾ നന്ദി ദൈവമേ, എന്തോ നല്ലത് പുറത്തു വന്നു. അടുത്ത ദിവസത്തെ എൻ്റെ വർഷിപ്പ് എന്തിനെക്കുറിച്ചാണെന്ന് ഞാൻ പറഞ്ഞു. അടുത്ത ദിവസം സാത്താൻ രാവിലെ മുഴുവനും മീറ്റിങ്ങിന് ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ അവൻ നുണയനാണ്. എൻ്റെ വർഷിപ്പിൽ നിറയെ ജനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും അകത്തേക്ക് വിടാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ ഹാളിലും വാതിൽക്കലും ഒക്കെ നിന്ന് കേട്ടുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞതെല്ലാം അവർ കേട്ടു. ഞങ്ങളുടെ റിസോഴ്സ് ടേബിളിൽ ഉണ്ടായിരുന്ന പ്രോഡക്ട്സ് എല്ലാം വാങ്ങി ഡേവ് വിറ്റിരുന്നെങ്കിൽ അവർ അതും വാങ്ങിക്കൊണ്ട് പോകുമായിരുന്നു. അതൊരു വൻ വിജയമായിരുന്നു. ശരിക്കും അതൊരു വലിയ വിജയമായിരുന്നു. നിങ്ങൾ ഒന്നുമല്ല എന്ന് സാത്താൻ നിങ്ങളെ സ്വാധീനിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങൾക്കും വിജയമുണ്ടാവും. നിങ്ങൾ പറയും, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്, ഞാൻ ക്രിസ്തുവിലാണ്, ദൈവം ചെയ്യാൻ പറഞ്ഞത് ഞാൻ ചെയ്യും, അവൻ എന്താവാൻ പറഞ്ഞുവോ ഞാൻ അതാവും, അവൻ എനിക്കുണ്ടാവുമെന്ന് പറഞ്ഞത് എനിക്കുണ്ടാവും. സാത്താനോട് എതിർത്ത് പറയാൻ നിങ്ങൾ പഠിക്കേണ്ടതാണ്. അവനെ നേരിടണം. ആമേൻ. നിങ്ങൾ ഇവിടെ നിന്ന് എല്ലാവരും ഉത്സാഹത്തോടെ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സാത്താനെ, നീ ആരോടാണ് കളിക്കുന്നതെന്ന് നിനക്കറിയില്ല. ദൈവം എൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ ഞാൻ ആരെ ഭയപ്പെടും? പുറപ്പാട് 3:19. നമുക്ക് മോശയെ നോക്കാം. സാത്താൻ അവനെയും കൊച്ചാക്കാൻ നോക്കി. എല്ലാ ദൈവദാസന്മാരും എല്ലാ ദൈവദാസികളും ഇവയിലൂടെ കടന്നു പോയിട്ടുണ്ടാവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മികച്ച ദൈവദാസന്മാരും ദൈവദാസികളും എന്ന് ഞാൻ പറയുമ്പോൾ അവർ മികച്ച ദൈവദാസനും ദാസിയും ആവണമെങ്കിൽ അൾത്താരിൽ കയറേണ്ടതില്ല. വാസ്തവത്തിൽ പ്രാസംഗികരായവരെക്കാൾ എത്രയോ മികച്ച ദൈവദാസന്മാരും ദാസികളും ഉണ്ടാവുമെന്ന് പറയാൻ എനിക്ക് ഒട്ടും മടിയില്ല. അതെ, ആമേൻ. പുറപ്പാട് 3:19 മുതൽ നോക്കാം. എന്നാൽ മിസ്രയീം രാജാവ് ഭുജബലം കൊണ്ടല്ലാതെ നിങ്ങളെ പോകുവാൻ സമ്മതിക്കയില്ല എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് എൻ്റെ കൈ നീട്ടി മിസ്രയീമിൻ്റെ നടുവിൽ ചെയ്യുവാനിരിക്കുന്ന അത്ഭുതങ്ങളെ കൊണ്ടൊക്കെയും അതിനെ ദണ്ഡിപ്പിക്കുമെന്ന് യഹോവ പറയുന്നു. അതിൻ്റെ ശേഷം അവൻ നിങ്ങളെ വിട്ടയക്കും. ഞാൻ മിസ്രയീമ്യർക്ക് ഈ ജനത്തോട് കൃപ തോന്നുമാറാക്കും. നിങ്ങൾ പോരുമ്പോൾ വെറും കൈയുമായി പോകേണ്ടി വരികയില്ല. ഓരോ സ്ത്രീയും, ഇതെനിക്കിഷ്ടമായി, ഓരോ സ്ത്രീയും താൻ്റെ അയൽക്കാരത്തിയോടും വീട്ടിൽ അതിഥിയായി പാർക്കുന്നവളോടും സ്വർണ്ണാഭരണങ്ങളും വെള്ളി ആഭരണങ്ങളും ചോദിച്ചു വാങ്ങണം. കണ്ടോ, അതാണ് സ്ത്രീകളുടെ ശക്തി. ദൈവം ഇതൊക്കെ വാങ്ങിക്കാൻ പുരുഷന്മാരോട് പറഞ്ഞില്ല, സ്ത്രീകളോടാണ് പറഞ്ഞത്. ഹല്ലേലൂയ. അവയെ നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ധരിപ്പിക്കണം. ഇതും എനിക്കിഷ്ടമാണ്. നിങ്ങൾ മിസ്രയീമ്യരെ മുഴുവനും കൊള്ളയിടുകയും വേണം. ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളെ അടിമത്വത്തിൽ നിന്ന് സ്വതന്ത്രരാക്കാൻ വിളിക്കുന്നു. അതുമാത്രമല്ല, ശത്രുവിൻ്റെ എല്ലാ നല്ല വസ്തുക്കളും നിങ്ങൾ ചോദിച്ചു വാങ്ങിക്കൊണ്ടുവന്നു. അവയെ ധരിക്കുന്നതോടൊപ്പം അവയണിഞ്ഞ് സന്തോഷിക്കണം. കാരണം എൻ്റെ മക്കളാണ് അവയെല്ലാം അനുഭവിക്കേണ്ടവർ. ഹല്ലേലൂയ. മോശ ഉത്തരം പറഞ്ഞു, പക്ഷെ അവർ എന്നെ വിശ്വസിക്കില്ല. അവർ ഞാൻ പറയുന്നത് കേൾക്കില്ല. അവർ എൻ്റെ വാക്ക് വിശ്വസിക്കില്ല. അവർ ഇങ്ങനെ ചോദിക്കും, മോശേ, യഹോവ നിനക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്ന് പറയും. ധൈര്യവും തൻ്റെടവുമുള്ള ആരെയെങ്കിലും താൻ ഏൽപ്പിക്കുന്ന ജോലി ഏറ്റെടുത്ത് ചെയ്യാനായി കാലെടുത്ത് വെച്ച് പുറപ്പെടാനായി കിട്ടുമോ എന്ന് അന്വേഷിച്ച് ദൈവം എന്തുമാത്രം തളരും എന്നറിയാമോ? അങ്ങനെയുള്ളവരെ കണ്ടെത്താൻ പ്രയാസമായിരിക്കും. നിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചേക്കാം എന്ന ഭയത്തോടെ ജീവിതകാലം മുഴുവൻ ജീവിക്കരുത്. കാലെടുത്ത് വെച്ച് അതെന്താണെന്ന് കണ്ടുപിടിക്കും. നമ്മൾ ക്രിസ്തുവിൽ ആരാണെന്ന് അറിയുക എന്നത് ഏറ്റവും അധികം പ്രധാനപ്പെട്ടതാണ് എന്നെനിക്ക് തോന്നുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഭാഗത്ത് കുറവുണ്ട് എന്ന് തോന്നിയാൽ നിങ്ങൾ ദൈവ പൈതലാണെന്ന് ഓർക്കുക. ഫിലിപ്പിയർ 4:13 പറയുന്നു, എന്നെ ശക്തീകരിക്കുന്ന യേശുവിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന്. എന്നെ ശക്തീകരിക്കുന്ന യേശുവിലൂടെ എന്തും ചെയ്യാൻ വേണ്ടത്ര ശക്തി അവൻ എനിക്ക് നൽകിയിട്ടുണ്ട്. യേശുവിൻ്റെ തികവിൽ ഞാനും എല്ലാം തികഞ്ഞവനാണ്. അവനെ കൂടാതെ നമുക്കൊന്നുമില്ല, നാം ഒന്നുമല്ല. എന്നാൽ അവനിലൂടെയും അവനിലും നമ്മൾ ദൈവത്തിൻ്റെ മഹത്വത്തിനായി സൃഷ്ടിക്കപ്പെട്ട അത്ഭുതകരമായ അവൻ്റെ സൃഷ്ടികളാണ്.
ജോയ്സ് മേയറുടെ ശുശ്രൂഷ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ലോകം മുഴുവൻ ഈ ശുശ്രൂഷ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി. നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു, പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു, എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഞങ്ങളോട് ബന്ധപ്പെടുക joycemeyer.org. നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ, അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ, ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക.